വീണ്ടും നാം ഒരു വചന പ്രാർത്ഥനയിലോട്ട് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനാ വചനമായി വായിക്കുന്നതെല്ലാം 119 സങ്കീർത്തനം 27 വാക്യം. ദൈവമേ, നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് ഹൗ യുവർ റൂൾസ് ഡയറക്ട് മീ ടു ലീവ്. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നുള്ളത് ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് ഹൗ യുവർ റൂൾസ് ഡയറക്ട് മീ ടു ലീവ്. ഈ ഭൂമിയിൽ നിന്റെ വചനപ്രകാരം ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് എനിക്കൊന്ന് ഗ്രഹിക്കാൻ സഹായിക്കും. ഞാനിത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്. ഏതെങ്കിലും സഭക്കാര് പറയുന്ന പോലെയാണോ ഞാൻ ജീവിക്കേണ്ടേ? അത് ബുദ്ധിമുട്ടാണ്. കാരണം 4000-ഓളം ക്രിസ്തീയ വിഭാഗങ്ങൾ ഉണ്ടെന്നാ കേൾക്കുന്നത്. അപ്പോൾ ദൈവവചനത്തെ നിഷ്പക്ഷവും നിഷ്കളങ്കവുമായിട്ട് ധ്യാനിക്കുകയും ആത്മാർത്ഥതയോടുകൂടെ കർത്താവിലേക്ക് നോക്കുകയും ചെയ്താൽ ഈ വാക്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ്. ദൈവമേ, മനസ്സിലാക്കി തരണേ. ഹൗ യുവർ റൂൾസ് ഡയറക്ട് മീ ടു ലീവ്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് നിന്റെ വചനം ഉദ്ദേശിക്കുന്നുവോ അതെനിക്ക് ഗ്രഹിക്കാൻ കൃപ തരണേ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ തർജ്ജമ ചെയ്യാം. അതെ, അതിൻ്റെ തർജ്ജമ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടുത്തെ പ്രമാണങ്ങളുടെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങനെ ഞാൻ അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ധ്യാനിക്കും. സ്തോത്രം. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? അർത്ഥം ഇതാണ്: ദൈവവചനം ദൈവം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കൃപ തരണേ. ഇതാണ് എൻ്റെ അർത്ഥം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ദൈവവചനം ദൈവം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ഗ്രഹിപ്പാൻ കൃപ വേണം. അപ്പം ഞാനൊരു കാര്യം പ്രസംഗിക്കുന്നു, ഇത് കഴിയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ പവർ വിഷനിൽ പ്രസംഗിക്കുന്നു, അത് കഴിഞ്ഞ് പകൽ മുതൽ രാത്രി വരെയും പ്രസംഗിക്കുന്നു. സെപ്റ്റംബർ മാസം മുഴുവൻ പ്രയറും വേടുമാണ്. എല്ലാ ദിവസവും പവർ വിഷൻ ഇങ്ങനെ വചന പെരുമഴയാണ്. ഇതിനകത്ത് വ്യാഖ്യാനങ്ങൾ വ്യത്യാസം വരും, അല്ലെ? വ്യക്തികളുടെ വ്യത്യാസം അനുസരിച്ച് വ്യാഖ്യാനങ്ങൾക്ക് അല്പമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കുറ്റമല്ല. പക്ഷെ നമുക്കൊരു പ്രയർ വേണം. അതെന്താണ്? എൻ്റെ ദൈവമേ, നിന്റെ ന്യായപ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. അവിടുത്തെ പ്രമാണങ്ങളുടെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തരണമേ. അവിടുത്തെ പ്രമാണങ്ങളുടെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തരണമേ. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതാണ് കാര്യം. ദൈവവചനത്തിൻ്റെ അർത്ഥം ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ, ലക്ഷ്യത്തിൽ, അർത്ഥത്തിൽ ഗ്രഹിക്കാനുള്ള കൃപയാണ് ചോദിക്കേണ്ടത്. ഞാനൊരു പ്രഭാഷകനും കൂടി ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഭയമുണ്ട്. എൻ്റെ പ്രഭാഷണം ദൈവം ആഗ്രഹിക്കുന്ന ആശയത്തിലാണോ പുറത്തേക്ക് പോണത്?
ഇപ്പൊ ഇത് 2-3 ദിവസം ആകുമ്പോഴത്തേനും 5000-10,000 പേരുടെ വീടുകളിലെത്തും. ദൈവം ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ വേണ്ടേ പോകാൻ? അതിനുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവേ, അടിയനും ഞങ്ങളുടെ പൗർവിഷന്റെ പ്രേക്ഷകരും വചനത്തിന്റെ അർത്ഥം ദൈവം ഉദ്ദേശിക്കുന്ന അളവിൽ, ലക്ഷ്യത്തിൽ ഗ്രഹിപ്പാനുള്ള കൃപ നൽകണമേ. യേശു കർത്താവിൻ നാമത്തിൽ ആമേൻ. ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.